ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജൽസ ക്രിയേഷൻ. ഇപ്പം നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു പോപ്കോണിൻ്റെ റെസിപ്പി ആയിട്ടിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടി ആദ്യം പാനൊന്ന് എടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ചൂടായ പാനിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ ചോളകം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് എണ്ണയും ചോളവും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചെറുതായിട്ട് ഓരോന്ന് പൊട്ടിത്തെടുക്കുന്നുണ്ട്. ആ ടൈമിൽ നമുക്കത് മൂടി വെക്കാം, കാരണം അത് ഒന്നിച്ച് പൊട്ടിയിട്ട് മുകളിലോട്ട് വരും. ഇത് കാണാൻ നല്ലൊരു ഭംഗിയായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്. അടച്ച് വെച്ചിട്ടില്ലാന്നെങ്കിൽ ഒക്കെ പുറത്തേക്ക് തെറിച്ച് പോകും കേട്ടോ. അപ്പം അടച്ച് വെച്ചിട്ട് തന്നെ വേണം അത് ചെയ്തെടുക്കാൻ. നമുക്ക് കുക്കറിലിട്ടിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചോളമൊക്കെ റെഡി ആയതിന് ശേഷം നമ്മളിലോട്ട് ഉരുക്കി വെച്ച് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇന്ന് സ്വീറ്റ് ആയിട്ടുള്ള കോണാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലോട്ട് വേണ്ടിയിട്ടാണ് ശർക്കര ഉരുക്കി ചേർത്ത് കൊടുക്കുന്നത്. ഇത് വൈറ്റ് ശർക്കര ആയത് കാരണം കേട്ടോ ഇത് കളറില്ലാത്ത നല്ല ബ്ലാക്ക് ശർക്കരയൊക്കെ അടിച്ചിട്ട് നമ്മുടെ ഈ ടൈമിൽ നല്ല കളറുണ്ടാവും. ഈ ശർക്കരയും പോപ്കോണും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും മധുരം എത്തുന്ന ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുള്ള സ്വീറ്റ് പോപ്കോൺ. അപ്പോൾ എല്ലാവരും ഈ വിധത്തിലൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ.